ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനുമത്രേ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനന്തമായ കരുണയും അളവില്ലാത്ത സ്നേഹത്തെയും പറ്റി ദൈവകരുണയാൽ നിങ്ങളോട് പ്രഘോഷിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. 1930-38 കാലയളവിൽ പോളണ്ടില് വിശുദ്ധ മരിയ ഫൗസ്റ്റീന എന്ന ഒരു സന്യാസിനി ഈശോ അനേകം തവണ പ്രത്യക്ഷപ്പെട്ടു. ദൈവ കരുണയുടെ ആഴങ്ങളെ പറ്റിയുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈശോ പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവാണ്. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും എത്ര കടുംചുമപ്പാണെങ്കിലും ഈ ലോകത്തിലുള്ള മണൽത്തരികളെക്കാൾ അധികമാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ. എന്റെ കരുണയിൽ ആശ്രയിച്ചാൽ നീ സമാധാനം കണ്ടെത്തും. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് വീണ്ടും പറയുകയാണ്, എന്റെ രണ്ടാം ആഗമനത്തിന് മുൻപ് നീ ലോകത്തോട് എന്റെ കരുണയെ പ്രവേശിക്കണം. എല്ലാ മനുഷ്യരും എന്റെ കരുണ അറിയണം. എന്റെ രണ്ടാം വരവില് വാനമേഘങ്ങളില് സ്വർഗീയ ദൂതന്മാരോടൊപ്പം ഞാൻ ആഗതനാകുമ്പോൾ അന്ന് നീതിയുടെ രാജാവായിട്ടാണ് ഞാൻ വരുന്നത്, നീതിവിധിയാളനായ രാജാവായി. സഹോദരങ്ങളെ, ദൈവം നമ്മളെ നീതിയോടെ വിധിച്ചാൽ ആർക്ക് രക്ഷ നേടാൻ സാധിക്കും? കാരണം നീതിമാനായി ഒരുവൻ പോലുമില്ല. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപം ചെയ്യാത്ത മനുഷ്യർ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാണ്. എന്റെ കരുണയിലൂടെ നീ സമാധാനം കണ്ടെത്തും. ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ആ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങിൽ ശരണം